നമസ്കാരം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം. പ്രധാന വാർത്തകൾ. അഞ്ചുതെങ്ങ് ഫെറോനയിൽ ജൂബിലി പശ്ചാത്തലത്തിൽ പ്ലാനിംഗ് ബഡ്ജറ്റ് തയ്യാറാക്കാനുള്ള പരിശീലന പരിപാടി നടന്നു. അഞ്ചുതെങ്ങ് ഫെറോനയുടെ BCC പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന്റെ ഭാഗമായി BCC നേതൃത്വത്തിന് ജൂബിലി പശ്ചാത്തലത്തിൽ പ്ലാനിംഗ് ബഡ്ജറ്റ് തയ്യാറാക്കൽ എന്ന പരിശീലന പരിപാടി നടന്നു. അഞ്ചുതെങ്ങ് സെന്ററിൽ നടന്ന പരിശീലന പരിപാടി ഫാദർ ജസ്റ്റിൻ ജൂഡിൻ ഉദ്ഘാടനം ചെയ്തു. വലിയതുറ ഫെറോനയിലെ BCC ശുശ്രൂഷ സമിതി നവനേതൃത്വത്തിന് പരിശീലനം നടന്നു. വലിയതുറ ഫെറോനയിലെ BCC ശുശ്രൂഷ സമിതി നവനേതൃത്വത്തിന് പരിശീലനം നടന്നു. തോപ്പിടവകയിൽ സ്ഥിതി ചെയ്യുന്ന വലിയതുറ ഫെറോന സെന്ററിൽ നടന്ന പരിപാടിയിൽ ഫാദർ ടോണി ഹാംലെറ്റ് ക്ലാസിന് നേതൃത്വം നൽകി. ജൂബിലി വർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നവനേതൃത്വം പ്രത്യാശയുടെ തീർത്ഥാടകരായി മാറി ഇടവകയെ നയിക്കണമെന്ന സന്ദേശം ക്ലാസിൽ നൽകി. ചമ്പാവ് കർമ്മലമാത ദേവാലയത്തിൽ ലിറ്റിൽ വേ രൂപീകരിച്ചു. അഞ്ചുതെങ്ങ് ഫെറോനയിലെ ചമ്പാവ് കർമ്മലമാത ദേവാലയത്തിൽ ലിറ്റിൽ വേ രൂപീകരിച്ചു. വിശുദ്ധ കൊച്ചുത്രേസ്യ വിശുദ്ധയായതിന്റെ ശതാബ്ദി ആഘോഷിക്കുന്ന വേളയിൽ ലിറ്റിൽ വേ രൂപീകരണം വിശുദ്ധയുടെ ആത്മീയത ഉൾക്കൊള്ളുവാൻ കുട്ടികൾക്ക് ഏറെ സഹായകരമാകുമെന്ന് ഇടവക വികാരി ഫാദർ മാൽബിൻ സൂസ പറഞ്ഞു. ജൂബിലി വർഷാചരണം ശ്രീകാര്യം ഇടവകയിലെ കുട്ടികളും യുവജനങ്ങളും മദർ തെരേസ ഓർഫനേജ് സന്ദർശിച്ചു. ജൂബിലി വർഷത്തോടനുബന്ധിച്ച് ശ്രീകാര്യം സെന്റ് ക്രിസ്റ്റഫർ ചർച്ച് ഇടവകയിലെ KCYM അംഗങ്ങളുടെ മതബോധന വിദ്യാർത്ഥികളും ഇടവക വികാരി ഫാദർ പ്രമോദിന്റെ നേതൃത്വത്തിൽ പാളയം കുന്നുകുഴിയിൽ സ്ഥിതി ചെയ്യുന്ന മദർ തെരേസ ഓർഫനേജ് സന്ദർശിച്ചു. ജൂബിലി വർഷം കരുതൽ പാലിയേറ്റീവ് പദ്ധതിക്ക് തുടക്കം കുറിച്ച് പേട്ട ഫെറോന സാമൂഹ്യ ശുശ്രൂഷ. പേട്ട ഫെറോന സാമൂഹ്യ ശുശ്രൂഷ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജൂബിലി വർഷ പ്രവർത്തനമായി സമൂഹത്തിലെ അശരണർക്കും നിരാലംബർക്കും രോഗി പരിചരണം നൽകുന്ന കരുതൽ പാലിയേറ്റീവ് പരിചരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. തളരുന്ന മനസ്സിൽ താങ്ങായും വേദനിക്കുന്നവർക്ക് സാന്ത്വന സ്പർശമായും രോഗികളുടെയും കുടുംബത്തിന്റെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് കരുതൽ പദ്ധതി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. തീരദേശ ജില്ലകളിൽ 300 സ്ക്വയർ മീറ്റർ വരെയുള്ള വാസഗൃഹ നിർമ്മാണങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകാം. കേരള തീരദേശ പരിപാലന അതോറിറ്റി. കേരളത്തിലെ 10 തീരദേശ ജില്ലകൾ 300 സ്ക്വയർ മീറ്റർ വരെയുള്ള വാസഗൃഹ നിർമ്മാണങ്ങൾക്ക് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകാം. വാസഗൃഹങ്ങളുടെ ക്രമവൽക്കരണ അപേക്ഷകൾ, വാസഗൃഹേതര നിർമ്മാണങ്ങൾക്കുള്ള അനുമതിയുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ തുടങ്ങിയവ തുടർന്നും പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്ന് കേരള തീരദേശ പരിപാലന അതോറിറ്റി അറിയിച്ചു. തിരുവനന്തപുരം അതിരൂപതയിൽ KCSL വാർഷികം ആഘോഷിച്ചു. 2024-25 അധ്യയന വർഷത്തെ KCSL വാർഷികം 2025 ഫെബ്രുവരി 7 വെള്ളയമ്പലം ആനിമേഷൻ സെന്ററിൽ നടന്നു. KCSL ജനറൽ സെക്രട്ടറി മാസ്റ്റർ ശ്രേയസിന്റെ സ്വാഗതത്തോടെ ആരംഭിച്ച യോഗത്തിൽ തിരുവനന്തപുരം ലത്തീൻ അതിരൂപത KCSL പ്രസിഡന്റ് മേരി റാണി ടീച്ചർ അധ്യക്ഷയായിരുന്നു. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മുൻ KCSL ഡയറക്ടറും നിലവിൽ നെയ്യാറ്റിൻകര രൂപത വിദ്യാഭ്യാസ ശുശ്രൂഷ ഡയറക്ടറുമായ ഫാദർ ജോണി K. ലോറൻസ് മുഖ്യാതിഥിയായിരുന്നു. വലിയതുറ ഫെറോനയിലെ വിവിധ ഇടവകകളിൽ കുടുംബ ശുശ്രൂഷ സമിതിയുടെ നേതൃത്വത്തിൽ രോഗിദിനം ആചരിച്ചു. ലൂർദ് മാതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് വലിയതുറ ഫെറോനയിലെ കണ്ണാന്തുറ, വെട്ടുകാട്, കൊച്ചുവേളി, വലിയതുറ എന്നീ ഇടവകയിൽ കുടുംബ ശുശ്രൂഷ സമിതിയുടെ നേതൃത്വത്തിൽ രോഗീദിനം ആചരിച്ചു. ഫെബ്രുവരി 11 ലൂർദ് മാതാവിന്റെ തിരുനാൾ ദിനമാണ് ആഗോള സഭ രോഗികൾക്കായുള്ള പ്രാർത്ഥന ദിനമായി ആചരിക്കുന്നത്. കുടുംബ ശുശ്രൂഷ പ്രവർത്തകർ രോഗികൾക്ക് ദേവാലയത്തിൽ എത്തിച്ചേരാനുള്ള സൗകര്യം ഒരുക്കി. പേട്ട ഇടവക KCYM അംഗങ്ങൾ ആഗോള രോഗിദിനത്തിൽ ഇടവകയിലെ രോഗികളെ സന്ദർശിച്ചു. പേട്ട ഇടവകയിലെ KCYMന്റെ നേതൃത്വത്തിൽ ആഗോള രോഗിദിനമായ ഫെബ്രുവരി 11 ഇടവകയിലെ രോഗികളെ സന്ദർശിച്ചു. കൂടെ എന്ന പേരിൽ 3 ദിവസം നീണ്ടുനിന്ന പരിപാടിയിൽ സഹവികാരി ഫാദർ റോബിൻ യുവജനങ്ങളോടൊപ്പം രോഗി സന്ദർശനത്തിൽ പങ്കുചേർന്നു. പ്രതിഷേധം ഫലം കണ്ടു. ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ പുനഃസ്ഥാപിച്ച് സർക്കാർ ഉത്തരവിറക്കി. വ്യാപക പ്രതിഷേധത്തിനൊടുവിൽ വെട്ടിക്കുറച്ച ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ പുനഃസ്ഥാപിച്ച് സംസ്ഥാന സർക്കാർ. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ 50% ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ച സർക്കാർ നടപടിക്കെതിരെ മതമേലധ്യക്ഷന്മാരും പ്രതിപക്ഷവും രംഗത്തെത്തിയതോടെയാണ് വെട്ടിക്കുറച്ച ഉത്തരവ് റദ്ദാക്കി പുതുക്കിയ ഉത്തരവ് ഇറക്കിയത്. പൂന്തുറ വിശുദ്ധ റോക്കി ദേവാലയത്തിൽ ലിറ്റിൽ വേ രൂപീകരിച്ചു. അഞ്ചുതെങ്ങ് ഫെറോനയിലെ പൂന്തുറ വിശുദ്ധ റോക്കി ദേവാലയത്തിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആത്മീയത ഉൾക്കൊള്ളുവാൻ കുട്ടികൾക്ക് ഏറെ സഹായകരമാകുന്ന ലിറ്റിൽ വേ രൂപീകരിച്ചു. പരിശുദ്ധാത്മാവിന്റെ ഗാനത്തോടും പ്രാർത്ഥനയോടും കൂടി ആരംഭിച്ച ആദ്യ യോഗത്തിൽ
ഫാദർ ബീഡ് മനോജ്, ഫെറോന ആനിമേറ്റർ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ജൂബിലി 2025 കുന്നുംപുറ നിത്യസഹായ മാതാ ദേവാലയത്തിലെ മദർ തെരേസ സഖ്യം അംഗങ്ങൾ മാനസികാരോഗ്യ ആശുപത്രിയിലെ രോഗികളെ സന്ദർശിച്ചു. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കുന്നുംപുറ നിത്യസഹായ മാതാ ദേവാലയത്തിലെ മദർ തെരേസ സഖ്യം അംഗങ്ങൾ മാനസികാരോഗ്യ ആശുപത്രിയിലെ രോഗികളെ സന്ദർശിച്ചു. രോഗികൾക്ക് ആവശ്യമായ വസ്ത്രങ്ങളും മറ്റു ആവശ്യ സാധനങ്ങളും വിതരണം ചെയ്തു. വട്ടിയൂർക്കാവ് ഫെറോനയിൽ BCC ലീഡേഴ്സിന് നേതൃത്വ പരിശീലനം നൽകി. പുതുതായി രൂപപ്പെട്ട വട്ടിയൂർക്കാവ് ഫെറോനയിലെ അടിസ്ഥാന ക്രൈസ്തവ സമൂഹ നേതൃത്വത്തിന് പരിശീലനം നൽകി. ഫെബ്രുവരി 16 ഞായറാഴ്ച വെള്ളയമ്പലത്തുള്ള സെന്റ് തെരേസ് ഓഫ് ലിസ്യു പാരിസ് ഹാളിൽ വെച്ച് നടന്ന പരിശീലനത്തിൽ ഫെറോന വികാരി ഫാദർ അനീഷ് ഫെർണാണ്ടസ് ആമുഖ പ്രഭാഷണം നടത്തി. BCCയുടെ ലക്ഷ്യം, സവിശേഷതകൾ എന്നിവയെ സംബന്ധിച്ച ക്ലാസ് അതിരൂപത ശുശ്രൂഷ കോർഡിനേറ്റർ ഫാദർ ലോറൻസ് കുലാസ് നയിച്ചു. BCC ലീഡേഴ്സിന്റെ ചുമതലകളും കടമകളും എന്ന വിഷയം മനോജ് ആൻഡോ വിശദീകരിച്ചു. ജൂബിലി 2025 ശ്രീകാര്യം വിശുദ്ധ ക്രിസ്റ്റഫർ ദേവാലയത്തിൽ കുട്ടികൾക്ക് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതം പരിചയപ്പെടുത്തി. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ കരം പിടിച്ച് പ്രത്യാശയുടെ തീർത്ഥാടകർ ആകാം എന്ന ആപ്തവാക്യം ഏറ്റെടുത്തുകൊണ്ട് ശ്രീകാര്യം വിശുദ്ധ ക്രിസ്റ്റഫർ ദേവാലയത്തിൽ മതബോധന സമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതം പരിചയപ്പെടുത്തി. ഫെബ്രുവരി 16 ഞായറാഴ്ച അതിരൂപതയുടെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവചരിത്രം പ്രദർശിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് വിശുദ്ധയുടെ ജീവിതം ആസ്പദമാക്കി ക്വിസ് പരിപാടിയും നടത്തി. വിശുദ്ധയുടെ ജീവിതം പുണ്യമായ എല്ലാവരെയും സ്നേഹിക്കുക എന്ന പുണ്യം അനുദിന ജീവിതത്തിൽ പകർത്തുമെന്ന പ്രതിജ്ഞയും കുട്ടികളെടുത്തു. ഇടവക വിദ്യാഭ്യാസ ശുശ്രൂഷ കൺവീനർമാർക്കായി ഏകദിന പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു. അതിരൂപതയിലെ ഇടവകളിലെ വിദ്യാഭ്യാസ ശുശ്രൂഷ കൺവീനർമാർക്കായി ഏകദിന പരിശീലന ശില്പശാല നടന്നു. അതിരൂപത ശുശ്രൂഷ കോർഡിനേറ്റർ ഫാദർ ലോറൻസ് കുലാസ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ നിലവാരം നമ്മുടെ കുട്ടികളിൽ ഉയരാനുള്ള മാർഗങ്ങളും പ്രയത്നങ്ങളും കൂടുതൽ കാര്യക്ഷമമായി നടക്കണമെന്നും അതുവഴി വിദ്യാസമ്പന്നരായി രാഷ്ട്രീയത്തിലും ഉദ്യോഗതലത്തിലും ലത്തീൻ സമുദായത്തിന്റെ ശബ്ദം ഉയരണമെന്നും ഉദ്ഘാടന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. പുല്ലുവിള ഫെറോനയിൽ ഫെറോന BCC റിസോഴ്സ് ടീം അംഗങ്ങൾക്ക് പഠന ശിബിരം സംഘടിപ്പിച്ചു. പുല്ലുവിള ഫെറോന BCC കമ്മീഷന്റെ നേതൃത്വത്തിൽ ഫെറോന BCC സമിതിക്കും റിസോഴ്സ് ടീം അംഗങ്ങൾക്കുമായി പഠന ശിബിരം സംഘടിപ്പിച്ചു. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ കരം പിടിച്ച് നമുക്ക് പ്രത്യാശയുടെ തീർത്ഥാടകരാകാം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന പഠന ശിബിരത്തിന് ഫാദർ തിയോഡീഷ്യസ് ഡിക്രൂസ് നേതൃത്വം നൽകി. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക. അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി.